എന്ന് പറയുന്നത് പണ്ട് കാലത്താണ്. അപ്പൊ അവിടുത്തെ ഒരു പ്രമാണിയോ അങ്ങനെ എന്തെങ്കിലും പറയുന്നു, നമ്മുടെ ഇടയിൽ ഒരു തലമൂത്ത ഒരാളുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി എണ്ണിക്കാട്ട് മൂപ്പൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ മൂന്നാമത്തെ പുത്രനായിരുന്നു തിരുവൻ എന്ന് പറയുന്ന വ്യക്തി. ആ തിരുവന്റെ മീൻതലയ്ക്കൽ അണിഞ്ചി തിരുവൻ എന്ന് പറയുന്നതാണ് ചെത്താനശ്ശേരിയിലെ അച്ഛൻ. അപ്പൊ എണ്ണിക്കാട്ട് മൂപ്പന്റെ മൂന്നാമത്തെ പുത്രനായ തിരുവന്റെ മകനാണ് ചെത്താനശ്ശേരി എന്ന് പറയുന്നത്. ചെത്താനശ്ശേരി എന്നല്ല യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പേര് വരുന്നത്. പറഞ്ഞുതരാം. മീൻതലക്കരയിൽ അണിഞ്ചന്റെ രണ്ടാമത്തെ മകളായ അണിമയെ ഈ തിരുവൻ വിവാഹം കഴിച്ചു. അവരുടെ ഏറ്റവും മൂത്ത സന്താനമായിരുന്നു കേശവൻ. ആ കേശവനാണ് 1928 ജൂലൈ 25 ജനിച്ചത്. ഇന്നത്തെ ചരിത്ര രചനകളെല്ലാം നടത്തിയ വ്യക്തിയായിരുന്നു ഈ കേശവൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ സഹോദരങ്ങളായിരുന്നു വേലായുധൻ, കൊച്ചിരാമൻ, ലക്ഷ്മി, ഗോപാലൻ, നാരായണൻ, ഭാനുമതി ഇവരെല്ലാം. ഇപ്പൊ വേലായുധനും ഭാനുമതി, ലക്ഷ്മി ഇവരെല്ലാം മരണപ്പെട്ടു പോയി. ഇപ്പൊ നാരായണനും കൊച്ചിരാമനും മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. ഈ അച്ഛൻ പഠിച്ചത് സെന്റ്